ഇനി നമുക്ക് എക്സ്പെരിമെൻറ്റ് 2 പരിശോധിക്കാം. എക്സ്പെരിമെൻറ്റ് 1ൽ നിന്ന് ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ടാണ് എക്സ്പെരിമെൻറ്റ് 2 മൈക്കിൾ ഫാരഡെ ചെയ്തത്. എന്തൊക്കെയായിരുന്നു ആ മാറ്റങ്ങൾ? എക്സ്പെരിമെൻറ്റ് നമ്പർ 1ൽ ഒരു സിംഗിൾ ടേണുള്ള കോയിലാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഒരു ബാർ മാഗ്നറ്റും ഒരു ഗാലനോമീറ്ററും. എക്സ്പെരിമെൻറ്റ് 2ൽ ഒരു സിംഗിൾ ടേണിന് പകരം ഒരുപാട് ടേണുകളുള്ള ഒരു കോയിലാണ് അദ്ദേഹം എടുത്തത്. അതായത് ഏകദേശം ഒരു സോളിനോയിഡ് പോലെ. ആ സോളിനോയിഡിൻ്റെ രണ്ട് എൻഡുകളിലും ഒരു ഗാലനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സിംഗിൾ ടേണിന് പകരം കുറച്ച് അധികം ടേണുകളുള്ള ഒരു കോയിലാണ് ആദ്യമായി അദ്ദേഹം സെലക്ട് ചെയ്തത്. അത് കോയിൽ 1 എന്ന് പേര് കൊടുത്തു. ഇനി ബാർ മാഗ്നറ്റിന് പകരം അദ്ദേഹം എടുത്തത് ഒരു കറൻറ്റ് ക്യാരിയിങ് കോയിലാണ്. അതൊരു സിംഗിൾ ടേൺ അല്ല, ഒരു സോളിനോയിഡ് പോലെ കുറച്ചധികം ടേണുകളുള്ള ഒരു കോയിൽ എടുത്തു. ഇവിടെ കോയിലിൽ ഗാലനോമീറ്റർ കണക്ട് ചെയ്തു. രണ്ട് എൻഡുകളിലും ഗാലനോമീറ്റർ കണക്ട് ചെയ്തു. ഇവിടെ ഒരല്പം ചെറിയ കോയിലാണ് എടുത്തിരിക്കുന്നത്. ആ കോയിലിൻ്റെ രണ്ട് എൻഡുകളിലും അദ്ദേഹം ഒരു ബാറ്ററിയും കണക്ട് ചെയ്തു. അതായത് ബാറ്ററിക്ക് കറൻറ്റ് ഈ കോയിലിൻ്റെ ഉള്ളിൽ കൂടി സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു കറൻറ്റ് ക്യാരിയിങ് സോളിനോയിഡ് ആണ് എന്ന് തന്നെ പറയാം നമുക്ക്. ഒരു കറൻറ്റ് ക്യാരിയിങ് കോയിലാണ്, അല്ലെങ്കിൽ ഒരു കറൻറ്റ് ക്യാരിയിങ് സോളിനോയിഡ് ആണ്. ആ സോളിനോയിഡ് ആരായിട്ട് ആക്ട് ചെയ്യും? ഒരു ബാർ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. രണ്ട് വ്യത്യാസങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഗാലനോമീറ്റർ ഇവിടെയുണ്ട്. ഇവിടെ ബാർ മാഗ്നറ്റിന് പകരം ഒരു കറൻറ്റ് ക്യാരിയിങ് കോയിൽ അല്ലെങ്കിൽ കറൻറ്റ് ക്യാരിയിങ് സോളിനോയിഡ്. ഇവിടെ ഒരു ടേണിന് പകരം ഒന്നിലധികം ടേണുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് കോയിലുകളും കോ ആക്സിയലാണ്. കോ ആക്സിയൽ കോയിലുകളാണ്. അതായത് രണ്ട് കോയിലുകളുടെയും ആക്സിസ് സെയിം ആണെന്നർത്ഥം. ഈ കോയിലിൻ്റെ ആക്സിസ് തന്നെയാണ് ഈ കോയിലിൻ്റെ ആക്സിസും. ഒരു ഡോട്ടൽ ലൈൻ ഉപയോഗിച്ച് രണ്ട് കോയിലുകളുടെയും ആക്സിസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എക്സ്പെരിമെൻറ്റ് 1ൽ നിന്ന് എക്സ്പെരിമെൻറ്റ് 2ലുള്ള വ്യത്യാസം. നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ സെയിം തന്നെ. ആദ്യമായി ബാർ മാഗ്നറ്റ് നമ്മൾ അടുത്തേക്ക് കൊണ്ടുവന്നിരുന്നു. അതേപോലെ തന്നെ ബാർ മാഗ്നറ്റിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കറൻറ്റ് ക്യാരിയിങ് കോയിൽ, ഇവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, കറൻറ്റ് പോകുന്നുണ്ട്. ഈ കോയിൽ ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. ബാർ മാഗ്നറ്റിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം? ആ കോയിലിനെ ഈ ആദ്യത്തെ കോയിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. വെലോസിറ്റി നമ്മുടെ റൈറ്റിലേക്ക്, ഞാൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ റൈറ്റിലേക്കാണ്. അങ്ങനെയെങ്കിൽ ഇതിലൊരു ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഡെവലപ്പ് ചെയ്യും. ആ കറൻറ്റ് ഗാലനോമീറ്റർ കാണിച്ചു തരും. ഒരു പക്ഷേ അത് റൈറ്റ് സൈഡിലേക്കായിരിക്കും. അതായത് കറൻറ്റ് ഒരു പക്ഷേ റൈറ്റ് സൈഡിലേക്കായിരിക്കും. ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ഇതേ കോയിലിനെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, ഞാനിങ്ങനെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുക. വെലോസിറ്റി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴും ഒരു ഇൻഡ്യൂസ്ഡ് കറൻറ്റ് എവിടെ ഡെവലപ്പ് ചെയ്യും? ആദ്യത്തെ കോയിലിൽ ഡെവലപ്പ് ചെയ്യും. അത് ആദ്യം കിട്ടിയ ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ആദ്യം കിട്ടിയത് ഗാലനോമീറ്ററിൻ്റെ ആ ഒരു നീഡിൽ റൈറ്റ് സൈഡിലേക്കായിരുന്നു ഡിഫ്ലക്റ്റ് ചെയ്തത്. നമ്മുടെ കോയിലിനെ, രണ്ടാമത്തെ കോയിലിനെ ആദ്യത്തെ കോയിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഗാലനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ റൈറ്റിലേക്കായിരുന്നെങ്കിൽ ഈ കോയിലിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ, എൻ്റെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ, അതായത് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഡിഫ്ലക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ആദ്യത്തെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും രണ്ടാമത്തെ ഡയറക്ഷൻ. ആദ്യം നമുക്ക് ഗാലനോമീറ്ററിൽ ഏത് ഡയറക്ഷനിലാണോ ഡിഫ്ലക്ഷൻ കിട്ടിയത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും രണ്ടാമത്തെ കേസിലുള്ള ഗാലനോമീറ്ററിൻ്റെ ഉള്ളിലെ നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു, രണ്ട് കേസുകൾ കഴിഞ്ഞു. മൂന്നാമത്തെ കേസ് V=0. ഓക്കെ, അതായത് എന്താ അവർ പറയുന്നത്? V=0 എന്നതുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ആദ്യത്തെ കോയിലോ രണ്ടാമത്തെ കോയിലോ മൂവ് ചെയ്യുന്നില്ല. അതായത് റിലേറ്റീവ് വെലോസിറ്റി 0 ആണ്. ആദ്യത്തെ കോയിലോ രണ്ടാമത്തെ കോയിലോ മൂവ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ആദ്യത്തെ കോയിലും രണ്ടാമത്തെ കോയിലും ഒരേ ഡയറക്ഷനിൽ ഒരേ വെലോസിറ്റിയോട് കൂടി പോവുകയാണെങ്കിലും അവർ തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി 0 ആണ്. അപ്പോഴും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഡിഫ്ലക്ഷനും എവിടെ കിട്ടുകയില്ല? ഗാലനോമീറ്ററിൽ കിട്ടുകയില്ല. ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും. ഇതാണ് 3 കേസുകൾ. എക്സ്പെരിമെൻറ്റ് നമ്പർ 2ലുള്ള 3 കേസുകൾ. ഓക്കെ, വളരെ ചുരുക്കി ഒന്നും കൂടി വിശദീകരിക്കാം. 2 കോയിലുകളാണുള്ളത്. ആദ്യത്തെ കോയിലിൽ ഒരല്പം നമ്പർ ഓഫ് ടേൺസ് കൂടുതലുണ്ട്.
2 എൻഡുകൾ നമ്മളൊരു ഗാലൻമീറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തേത് നമ്മൾ ബാർ മാഗ്നറ്റിന് പകരം ഒരു കറണ്ട് ക്യാരിയിങ് കോയിലാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡാണ് എടുക്കുന്നത്. ഇവിടെ സ്വിച്ച് ഒന്നും കൊടുത്തിട്ടില്ല, ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കറണ്ട് സെൻഡ് ചെയ്യാം. ഒരു കൃത്യമായിട്ട് ഈ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് അല്ലെങ്കിൽ കറണ്ട് ക്യാരിയിങ് കോയിൽ ഒരു ബാർ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. എക്സ്പെരിമെൻറ്റ് നമ്പർ 1 നമ്മൾ 3 കേസുകൾ ഡീൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് പറയാം. ആദ്യത്തെ കേസിൽ ഈ കോയിൽ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു, രണ്ടാമത്തെ കേസിൽ ഇതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു, മൂന്നാമത്തെ കേസിൽ സ്റ്റേഷനറി ആക്കി വെക്കുന്നു. ആദ്യത്തെ കേസ്, അതായത് വെലോസിറ്റി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ റൈറ്റിലേക്കാണ്, അങ്ങനെയെങ്കിലും ഒരു ഡിഫ്ലക്ഷൻ കിട്ടും. ഒരു പക്ഷേ അത് എൻ്റെ റൈറ്റിലേക്കായിരിക്കും ഡിഫ്ലക്ഷൻ. ഇനി നേരെ ഓപ്പോസിറ്റ്, ഈ കോയിൽ ആദ്യത്തെ കോയിലിൽ നിന്ന് എവേ എടുക്കുന്നു, അങ്ങനെയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ കിട്ടും. 2 കോയിലുകളും, അതായത് C1 C2 മ്യൂച്വലി വെലോസിറ്റി നോക്കുകയാണെങ്കിൽ മ്യൂച്വലി സ്റ്റേഷനറി ആണെങ്കിൽ, റിലേറ്റീവ് വെലോസിറ്റി 0 ആണെങ്കിൽ യാതൊരു തരത്തിലുള്ള കറൻറ്റും നിങ്ങൾക്ക് ആദ്യത്തെ കോയിലിൽ കിട്ടുകയില്ല. ഗാലനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് എക്സ്പെരിമെൻറ്റ് 2 പറയാനുള്ളത്.